എൻ്റെ പേര് ബിജു എന്നാണ്. ഞാൻ തിരുമാടി പഞ്ചായത്തുകാരനാണ്. ഞാനിപ്പോൾ ഒരു 15 വർഷമായിട്ട് എലഞ്ഞിൽ ബിസിനസ്സായിട്ട് വന്നതാണ്. അപ്പോൾ ഈ കൊറോണ ലോക്ക്ഡൗൺ സമയത്ത് വെറുതെ ഇരുന്ന് നേരം പോക്കിന് വേണ്ടി തുടങ്ങിയതാണ് മറ്റേ ഈ ചിരട്ടയിൽ ആർട്ട് വർക്ക്. അപ്പോൾ ഒരുപാട് വ്യത്യസ്തമായ വർക്കുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യം തുടക്കത്തിൽ തന്നെ എനിക്ക് ഒരു കപ്പാണ് ഞാൻ ചെയ്തു തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ പുട്ട് ഉണ്ടാക്കുന്ന പാത്രം ഉണ്ടാക്കി. അപ്പോൾ അത് മാറി ഇപ്പോൾ ചിന്തകൾ മാറി വന്നുകൊണ്ടിരുന്നു. ഇപ്പോൾ ഒരുപാട് ഏതാണ്ട് 101 ഐറ്റം ഞാനിപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട്, നല്ല രീതിയിലുള്ള. നമുക്ക് കൂടുതൽ ചെയ്യണമെന്നൊരു തോന്നൽ എനിക്കുണ്ടായി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും സാധനം ഉണ്ടാക്കി ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇതുവരെ ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഇനി ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു മ്യൂസിയം പോലെ എനിക്ക് സെറ്റ് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങളാണ് നാളികേരം സെലക്ഷൻ. അപ്പോൾ നമുക്കത് കടയിലൂടെ പോയിട്ട് നമ്മൾ നല്ല നാളികേരം നോക്കി നമ്മൾ തിരഞ്ഞെടുത്ത് എടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ അതിനകത്ത് ചിരണ്ടി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് പൊട്ടിക്കാതാണ് നല്ല ഷേപ്പുള്ള നാളികേരം നോക്കി എടുക്കുക. ഇത് നീളത്തിലാണ് കട്ടിയത്. അപ്പോൾ നമുക്ക് നീളത്തിലുള്ള ഈ ഇലയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഇതുകൊണ്ടാണ്. എന്നിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാൻ എളുപ്പമുണ്ട്. നാളികേരമാണെങ്കിൽ നമുക്ക് ലൈറ്റ് ഡിസൈൻ ചെയ്യാൻ നമുക്ക് ഏറ്റവും നല്ലതാണ് ഇങ്ങനെയുള്ള നാളികേരം. ഇതാണ് എൻ്റെ വർക്ക്ഷോപ്പ്. ഇവിടെ കണ്ടാൽ മനസ്സിലാവുമല്ലോ, ഇത് ഞാൻ ഓണത്തിന് ചെയ്ത വർക്കാണ്. പൂക്കളത്തിൻ്റെ മാതൃക. ഇത് 16 ദിവസം എടുത്ത് ഉണ്ടാക്കിയതാണ്. ഇത് വെക്കാൻ സ്ഥലമില്ലാത്തതാണ് ഞാൻ ഇവിടെ തന്നെ വെച്ചേക്കുന്നത്. പിന്നെ അതുപോലെ ഒരു ലൈറ്റ്, ഇത് പോളിഷ് ചെയ്യാനുണ്ട്. ബാക്കി ഇതൊക്കെയൊന്നുമില്ല. എനിക്ക് ഒരു വള്ളിച്ചെടി കയറ്റിവിടാനുണ്ട്. അതുപോലെ തന്നെ ഒരു പക്ഷിക്കൂട് ഉണ്ടാക്കാനുണ്ട്. 2 പക്ഷികളെ വെക്കാനുണ്ട്. അങ്ങനെ നമുക്ക് അവിടെ വെക്കാൻ പറ്റില്ല. ആൾക്കാർ തട്ടിമുട്ടിയൊക്കെ അത് പോയി. പിന്നെ ഇതിൻ്റെ വർക്ക് കുറച്ചുകൂടി തീരാനുണ്ട്. അത് പോളിഷിങ് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ ഇത് വലിയ മിഷനറി സാധനങ്ങളൊന്നുമില്ല. ഈ സാൻഡ് ചെയ്യാനുള്ള മറ്റേ മെഷീൻ മാത്രമേ എടുക്കാറുള്ളൂ. പിന്നെ അത് കൂടാതെ ആക്സോ ബ്ലേഡ്, ഫയല്, പേപ്പർ ഇങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. മാനുവലായിട്ടാണ് കൂടുതലും ചെയ്തിരിക്കുന്നത്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ചിരട്ട കൊണ്ട് ഫുൾ ചിരട്ട കൊണ്ട് ഒരു നല്ലൊരു നിർമ്മിതി ഉണ്ടാക്കി പാർലമെൻറ്റിൽ വെക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അത് ഞാൻ ഒരു നേതാവിനോട് പറഞ്ഞിട്ടുണ്ട്. അത് നടക്കുമായിരിക്കും. പക്ഷേ ഒരു 3-4 മാസം ഒരു വർക്കെങ്കിലും എനിക്ക് അതിൽ നിന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ട് എനിക്ക്.